നമസ്കാരം. പ്രധാന വാർത്തകൾ. കുടിശ്ശിക അടച്ചില്ല, സ്കൂളിന്റെ ഫ്യൂസൂരി KSEB. കുടിശ്ശിക അടയ്ക്കാത്തതിനെ തുടർന്ന് അട്ടപ്പാടി അഗളി സർക്കാർ സ്കൂളിന്റെ ഫ്യൂസൂരി KSEB. അഗളി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഫ്യൂസാണ് ഊരിയത്. 4 മാസത്തെ വൈദ്യുതി കുടിശ്ശികയായ 53,201 രൂപയാണ് അടയ്ക്കാനുള്ളത്. 2,500-ലേറെ കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ പ്രവർത്തിക്കുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലാണ്. എന്നാൽ മുന്നറിയിപ്പ് നൽകിയിട്ടും ബില്ലടയ്ക്കാൻ നടപടി ഉണ്ടാവാത്തതിനാലാണ് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതെന്നാണ് അഗളി KSEB അധികൃതരുടെ വിശദീകരണം. കോഴിക്കോട് നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ കടയിലേക്ക് ഇടിച്ചു കയറി 2 പേർ മരിച്ചു. പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറി 2 പേർ മരിച്ചു. 3 പേർക്ക് സാരമായി പരിക്കേറ്റു. കുളിരാമുട്ടി പുളിക്കുന്നത്ത് സുന്ദരൻ, കമുകൻ തോട്ടത്തിൽ ജോൺ എന്നിവരാണ് മരിച്ചത്. കോഴിക്കോട് കൂടരഞ്ഞി പൂവാറൻതോട് ഭാഗത്ത് ഇന്ന് രാവിലെ 9:45 അപകടമുണ്ടായത്. കടയിലേക്ക് ഇടിച്ചു കയറിയതിനെ തുടർന്ന് കടയുടെ ഒരു ഭാഗം മുഴുവൻ തകർന്ന നിലയിലാണ്. ലോറിയുടെ മുൻവശവും പൂർണ്ണമായും തകർന്നു. കടയിൽ സാധനം വാങ്ങാനെത്തിയ ആൾക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ലോറിയിൽ ഉണ്ടായിരുന്നവർക്കും പരിക്കേറ്റു. ഇവരെ സമീപത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ബസ് കാത്തു നിൽക്കുന്നതിന് സമീപത്താണ് അപകടമുണ്ടായത്. അപകടം നടക്കുന്നതിന് തൊട്ടുമുമ്പ് ഇവരെല്ലാം ബസ്സിൽ കയറിയതിനാൽ വലിയ അപകടം ഒഴിവാകുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. ക്യാമറയും ഐഫോണും മോഷ്ടിച്ചെന്നാരോപിച്ച് ഭിന്നശേഷിക്കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചു. മോഷണക്കുറ്റം ആരോപിച്ച് ഭിന്നശേഷിക്കാരനായ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചതായി പരാതി. മൂവാറ്റുപുഴ സ്വദേശിയും ക്യാമറമാനുമായ അഭിഷേകിനെയാണ് തൊടുപുഴ പോലീസ് മർദ്ദിച്ചെന്ന പരാതിയുമായി ബന്ധുക്കൾ രംഗത്തെത്തിയത്. എന്നാൽ യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നും കസ്റ്റഡിയിലെടുത്തതിന്റെ മനോവിഷമത്തിൽ മർദ്ദന പരാതി ഉന്നയിക്കുകയാണെന്നും തൊടുപുഴ DYSP പറഞ്ഞു. മുഖത്തും ശരീരത്തിനും മർദ്ദനമേറ്റ അഭിഷേക് മൂവാറ്റുപുഴയിലെ ആശുപത്രിയിൽ ചികിത്സ തേടി. മാസങ്ങൾക്ക് മുമ്പ് അഭിഷേക് തൊടുപുഴയിലെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു. അവിടുത്തെ ജീവനക്കാരുടെ കൈവശമുണ്ടായിരുന്ന ക്യാമറയും ഐഫോണും മോഷ്ടിച്ചെന്നാരോപിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം തൊടുപുഴ പോലീസ് അഭിഷേകിനെ കസ്റ്റഡിയിലെടുത്തത്. സംഭവ ദിവസം താൻ തൊടുപുഴയിൽ ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞിട്ടും ചെവിക്കൊള്ളാതെയാണ് SI ഉൾപ്പെടെ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചതെന്നും അഭിഷേക് ആരോപിച്ചു. ആരോഗ്യ കേന്ദ്രത്തിൽ കുട്ടികൾക്ക് വാക്സിനേഷൻ നൽകുന്ന മുറിയിൽ അണലി. പെരുവമ്പ് ആരോഗ്യ കേന്ദ്രത്തിൽ അണലിയെ കണ്ടെത്തി. വാക്സിനേഷൻ റൂമിലാണ് അണലി എത്തിയത്. കുട്ടികൾക്ക് വാക്സിനേഷൻ നൽകുന്ന മുറിയിലാണ് അണലിയെ കണ്ടത്. മുറി തുറക്കാനായി എത്തിയ ആശുപത്രി ജീവനക്കാരനാണ് മൂലയിൽ ചുരുണ്ടുകിടക്കുന്ന നിലയിൽ അണലിയെ കണ്ടത്. തുടർന്ന് ആശുപത്രി ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് അണലിയെ പിടികൂടി. മുറിയുടെ പൊളിഞ്ഞു കിടക്കുന്ന ജനൽ വഴിയാണ് പാമ്പ് അകത്ത് കടന്നതെന്നാണ് നിഗമനം. ജനൽ അടച്ചുറപ്പുള്ളതാക്കുമെന്ന് മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേട്. രാജ്യവ്യാപക പ്രതിഷേധവുമായി യുവജന വിദ്യാർത്ഥി സംഘടനകൾ. നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടുകളിൽ രാജ്യവ്യാപക പ്രതിഷേധം തുടരുന്നു. നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടുകളിൽ രാജ്യവ്യാപക പ്രതിഷേധം തുടർന്ന് യുവജന വിദ്യാർത്ഥി സംഘടനകൾ. സംസ്ഥാന കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കും. പാർട്ടിയുടെ പ്രധാനപ്പെട്ട മുഴുവൻ നേതാക്കളും പ്രതിഷേധത്തിന്റെ ഭാഗമാകും. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, NDA നിരോധിക്കുക അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിയാണ് പ്രതിഷേധം. NSUI എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും സർവകലാശാലകളിലും പ്രതിഷേധ മാർച്ച് നടത്തും. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇടത് സംഘടനകളും പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട്. കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണം വേണമെന്ന് CPM ആവശ്യപ്പെട്ടു. നെറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ CBI അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.